പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വീണ്ടും നിങ്ങളെ ഒന്ന് കാണുവാനും ദൈവജനം സംസാരിക്കുവാനും സ്വർഗത്തിലെ പിതാവാ ദൈവത്തിൻ്റെ ശ്രീമന്തപുത്രന ദൈവം എനിക്ക് നൽകിയതായ സ്നേഹത്തെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവജനമേ, കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ സമയം മുഴുവനും ഒരുപക്ഷെ നിങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മയെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. നിങ്ങളധികം പേരും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുള്ളവരാണ് എന്ന് ഞാൻ അറിയുന്നു, ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഭൗതികമായ ലോകത്ത് ദൈവത്തോടൊപ്പമുള്ള കൂട്ടായ്മയിലായിരിക്കും നമുക്ക് ഇനി സ്വർഗീയമായൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലൂടെ സ്തോത്രം, കഷ്ടതയില്ലാത്ത, രോഗമില്ലാത്ത, ആശുപത്രി ഇല്ലാത്ത, സെമിത്തേരി ഇല്ലാത്ത, സ്വാധാനില്ലാത്തൊരു ലോകത്ത് ദൈവത്തോടൊപ്പം നമ്മൾ കൂട്ടായ്മ ആചരിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ദുഃഖകാലങ്ങളെല്ലാം മാറുവാൻ പോകുന്നു. കാരണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, നമ്മൾ യേശുവിനെ വിശ്വാസത്താൽ നമ്മൾ ആരാധിക്കുകയാണ്. ഒരു നാൾ നാഥൻ്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. ആ നാഥൻ്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ സ്തോത്രം, നാം ഒന്ന് ചിന്തിച്ച് നോക്കിയ പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്നവരെ, പക്ഷേ ആ സ്വർഗീയമായ കൂട്ടായ്മയിൽ എനിക്ക് അംഗമായി തീരണമെങ്കിൽ എനിക്ക് നിത്യജീവൻ ആവശ്യമാണ്. സ്തോത്രം, നിത്യജീവൻ എനിക്ക് ആവശ്യമാണ്. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: ഏക മനുഷ്യനിൽ പാപവും, പാപത്താൽ മരണവും, പിന്നെ ന്യായവിധിയും മനുഷ്യന് വേണ്ടി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ന്യായവിധിയുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയും ഇല്ല എന്ന് വേദപുസ്തകം പറയും. ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിലുള്ളവരായി തീരുവാൻ, ക്രിസ്തുവിനെ അനുഗമിക്കുകയും ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. ആ നിത്യജീവൻ നിനക്ക് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. നിത്യതയ്ക്ക് വേണ്ടി നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതായ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടം, ആമേൻ, അരിമനാഥനായ ക്രിസ്തു നിനക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്താവിഷയം ഇതായിരിക്കും: നിത്യജീവൻ എങ്ങനെ നിലനിർത്താം? സ്തോത്രം. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു നിത്യജീവൻ, ഒരവകാശിയായി തീരുവാൻ, അല്ല നിത്യജീവൻ നമുക്ക് എങ്ങനെ നിലനിർത്താം? സ്തോത്രം. ഒന്നാമത്തെ കാരണം ലോകത്തെ വിടുക എന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്ക് വായിക്കാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. സ്തോത്രം. നിത്യജീവൻ എങ്ങനെ നിലനിർത്താം? ഒന്ന്, നീ ലോകത്തെ വിടുക. ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറയുകയാണ്. പത്രോസിൻ്റെ ജീവിത കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് പത്രോസ് ആരായിരുന്നെന്നും എങ്ങനെയുള്ള വ്യക്തിയായിരുന്നുവെന്നും പിന്നത്തിൽ അവൻ ആരായി തീരുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. കർത്താവായ യേശുവിൻ്റെ ശിഷ്യന്മാരൊരാളാണ് പത്രോസ്. ഈ പത്രോസ് മീൻപിടുത്തക്കാരനാണ്. കർത്താവിനോട് ആയിരിക്കുന്ന സമയത്ത് തൻ്റെ നിത്യജീവനെക്കുറിച്ച് പറയുന്ന ഈ വേളകളിൽ ഉപമകളൊക്കെ പറയുമ്പോൾ പത്രോസ് പറയുകയാണ്: കർത്താവേ, ഇതാ ഞങ്ങൾ സകലവും, ഞങ്ങളുടെ സ്വന്തമായതെല്ലാം വിട്ട് നിന്നെ ഞങ്ങൾ അനുഗമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിന് 29-ാം വാക്യം വായിക്കുമ്പോൾ, അതിന് യേശു അവരോട് മറുപടി പറഞ്ഞത്, ദൈവരാജ്യം നിമിത്തം
വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരും ഇല്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. യേശു അവരോട് പറയാം, ദൈവരാജ്യം നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ട് കളഞ്ഞിട്ട് വരുവാനുള്ള ലോകത്ത് നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ നിത്യജീവൻ അവകാശമായി തീരണമെങ്കിൽ പത്രോസ് പറഞ്ഞതുപോലെ എല്ലാം വിട്ട് കർത്താവിനെ ഞങ്ങൾ അനുഗമിച്ചിരിക്കുകയാണ്. ഒരു നിത്യജീവൻ അവകാശിയായി തീരണമെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു കൂട്ടായ്മയിൽ ദൈവമായുള്ളൊരു കൂട്ടായ്മ ആയി തീരണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ട് കളയണമെന്നുള്ളതല്ല. ഇന്ന് ഭൂമിയിൽ നിന്ന് നമുക്ക് അവരെ ആരെയും വിട്ടുപിരിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഭാര്യയെ നമുക്ക് വിട്ടുപിരിയാൻ കഴിയത്തില്ല, മക്കളെ വിട്ടുപിരിയാൻ കഴിയത്തില്ല, സഹോദരങ്ങളെ മാതാപിതാക്കളെ ആരെയും നമുക്ക് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണല്ലോ പ്രിയമുള്ളവരെ. പക്ഷെ യേശു ഇത് പറയാൻ കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ നിന്റെ കൂട്ടായ്മയിൽ ഇതൊരു തടസ്സമായി മാറുവാൻ പാടുള്ളതല്ല. അങ്ങനെ തടസ്സമായി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിനക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുക തന്നെ ചെയ്യും. പക്ഷേ നീ അതിനെ വില കൽപ്പിക്കണം. പക്ഷേ എങ്കിലും സ്വർഗരാജ്യ നിമിത്തം നീ വില കൽപ്പിക്കരുത്. സ്വർഗരാജ്യമാണ് നിനക്ക് ഏറ്റവും വിലപ്പെട്ടതും അരുമനാഥനാണ് നിനക്ക് ഏറ്റവും വലിയവനും വിലയുള്ളവനും. ആ യേശുവിനേക്കാൾ സ്വർഗരാജ്യത്തെക്കാൾ മറ്റൊന്നിനെയും നീ വില കൽപ്പിക്കരുത് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ സാരം. അത് ലോകത്തിലുള്ളതാണ്. ഈ ലോകത്തെ നീ വിടണം. ലോകത്തെ വിട്ടെങ്കിൽ മാത്രമേ സ്തോത്രം നിനക്കൊരു നിത്യജീവൻ അവകാശിയായി തീരാൻ കഴിയും. രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അതിന് 15-ാം വാക്യം വായിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരി സഹോദരന്മാരെ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ രണ്ടാമത്തെ പോൻവഴിയാണ് ക്രിസ്തുവുള്ള വിശ്വാസം. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഒന്നാമത് നിങ്ങളുടെ ഭൗതികമായതിനെല്ലാം അല്ലെങ്കിൽ ലോകത്തെ നിങ്ങൾ വിടണം. ലോകത്തെ നിങ്ങൾ മരവിപ്പിക്കണം. അത് നിങ്ങൾക്ക് തടസ്സമായി തീരരുത്. അതൊരു കെണിയായി നിങ്ങൾ തീരരുത്. ആകയാൽ നിത്യജീവൻ പ്രാപിക്കുവാൻ രണ്ടാമത്തെ വഴിയാണ് ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക. അതിന് യേശു പറഞ്ഞ വഴി ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും അതേ ഉയർത്തേണ്ടതാകുന്നു. വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. സ്തോത്രം. ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ദൈവരൂപത്തിലിരിക്കെ അതേ ദാസരൂപം എടുത്ത് മനുഷ്യവേഷത്തിലായി ഈ ഭൂമിയിൽ വന്ന് നിന്നോടൊപ്പം നടക്കുവാൻ, നിന്നോടൊപ്പം ആയിരിക്കുവാൻ, നിന്റെ വേദനകളിൽ നിന്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ, നിന്റെ കണ്ണുനീര് ഒപ്പിയെടുത്ത് നിന്റെ എല്ലാ ഇടങ്ങളിലും നിന്നോട് കൂടെ ഇരുന്ന് രാത്രി പകൽ എല്ലാ വേളകളിലും നിന്നെ അത്ഭുതകരമായി നടത്തി നിന്റെ പാപമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ യേശു തമ്പുരാൻ ക്രൂര മനുഷ്യരാൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിൽ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. നീ പൂർണ്ണമായി ആ യേശുവിൽ വിശ്വസിക്കണം. ആ ഗെത്സമനെ തോട്ടത്തിലുള്ള ഭീകരമായ രാത്രി ക്രൂര മനുഷ്യരാലുള്ള ആക്രമണം,
6 കോടതികളിൽ 7 പ്രാവശ്യം യേശുവിനെ ന്യായവിസ്താരം നടത്തി. ഉറങ്ങാത്ത രാത്രികൾ, ചാട്ടവാറ് കൊണ്ടടിയുള്ള പ്രകരണം, ശേഷം തന്നെ കൊണ്ടുപോലും ചുമക്കാൻ കഴിയാത്ത ഭാരമേറിയ കുരിശ്. സ്നേഹിത, നീ ചുമക്കേണ്ടതായ വേദന, നീ ആ കാൽവാറിലേക്കൊന്ന് നോക്കുക. നീ ചുമക്കേണ്ട മരക്കുരിശ് നിനക്ക് വേണ്ടി അരുമനാഥൻ സ്വയം ഏറ്റെടുക്കുകയാണ്. ഇതെല്ലാം എനിക്കും നിനക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതവൻ ചുമക്കുവാൻ വഹിക്കുവാൻ ഏക കാരണം നിനക്കൊരു നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ്. നീ നഷ്ടപ്പെട്ടു പോകണം, മരിച്ചു പോകണം എന്ന് ആഗ്രഹിച്ചിട്ടല്ല യേശു ആഗ്രഹിക്കുന്നത്. നീ എന്നേക്കും ജീവിച്ചിരിക്കണം, നീ എന്നേക്കും നിത്യജീവനുള്ളവനായിരിക്കണം. ഈ തന്നെയാണ് യേശുവിൻ്റെ ആഗ്രഹം. ആകയാൽ നിനക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് എന്ന് നീ ആദ്യം വിശ്വസിക്കണം. ആ യേശു ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു, എനിക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന് യേശു പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിനക്ക് നിത്യജീവനുണ്ട്. ആ യേശുവിനോടൊപ്പം ആയിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നേഹിത, നീ വേദപുസ്തകം ഒന്ന് വായിക്കുക. നിനക്ക് വഴികൾ ദൈവം പറഞ്ഞു തരികയാണ്. വീണ്ടും അതിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഇനി 36-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിനക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് പോലെ ആരും ഉയർത്തെഴുന്നേറ്റില്ല. കാരണം ദൈവമായത് കൊണ്ട് തന്നെ ദൈവത്തിന് മാത്രമേ ഇത് സാധിക്കൂ, ഇത് കഴിയൂ, ഇത് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. ആ കർത്താവിനെ നീ വിശ്വസിപ്പാൻ നിനക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കൊരു വലിയ നിത്യജീവൻ അരുമനാഥനായ യേശു നിനക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിങ്കിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പത്രോസ് വിളിച്ചു പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നീ ക്രിസ്തുവിൽ വിശ്വസിക്കുക. 4-ാം അധ്യായം അതിൻ്റെ 14 നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും. നിത്യജീവൻ, അവൻ്റെ രക്തം നീ കുടിക്കുകയും അവൻ്റെ മാംസം നീ ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിനക്കൊരു നിത്യജീവനായി തീരുമെന്നാണ് ഈ വേദഭാഗത്തിൽ കൂടി യേശുദാമ്പുരാൻ അരുളി ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഒരു നിത്യജീവൻ കർത്താവ് നിനക്ക് വാഗ്ദത്തം ചെയ്യുന്നു. അതിനാണ് യേശു നിനക്ക് വേണ്ടി മരിച്ചത്. നിനക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ് യേശു നിനക്ക് വേണ്ടി അടക്കപ്പെട്ടത്. നിത്യജീവൻ തരുവാൻ വേണ്ടിയിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ആകയാൽ ആ യേശുവിൽ ഒന്ന് വിശ്വസിച്ച് അവൻ്റെ അരികിലേക്ക്, ആ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് വരുവാൻ, ആമേൻ, നിങ്ങൾക്ക് സ്നേഹിത മനസ്സുണ്ടുവെങ്കിൽ നിന്നെ നിത്യജീവൻ്റെ അവകാശിയായി തീർക്കുവാൻ അരുമനാഥൻ ആഗ്രഹിക്കുകയാണ്. അക്കാര്യം നീ മറന്നു പോകരുതേ. ആമേൻ. സ്തോത്രം. ഇനി 3-ാമത്തെ കാര്യം, നിത്യജീവൻ പ്രാപിക്കാനുള്ള 3-ാമത്തെ വഴി, ഒരാത്മീക ശുശ്രൂഷയിൽ നീ ആയിരിക്കണം. ഒരാത്മീകമായ ശുശ്രൂഷയിൽ നീ ഒരു ആരാധനയുടെ കൂട്ടായ്മയുടെ ഒരു വ്യക്തിയായി തീരണം, ഒരു ദൈവവൈതലായി മാറിയിരിക്കണം. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞൊരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്ത് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ലോകം അവസാനത്തിൻ്റെ സമയമായിരിക്കുകയാണ്. ലോകം അവസാനത്തിൻ്റെ സമീപിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ വരവ് ഇതാ അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ വേഗത്തിൽ ഒരാത്മീക ശുശ്രൂഷയിൽ, ആത്മീയ കൂട്ടായ്മയിൽ, നീ ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസം അടങ്ങിയ ശുശ്രൂഷയിൽ
നീ പിന്നോട്ടും മുന്നോട്ടും ഓടാതെ, മറയാതെ, പതറാതെ, ഇടറാതെ ആ ശുശ്രൂഷയിൽ ഒരു ദൈവത്തിൻ്റെ പൈതലായി തീരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിത്യജീവൻ അവകാശിയായി തീരുന്ന ഒരു വഴി അരിമതാ നിനക്കിതാ നൽകിയിരിക്കുകയാണ്. ലോക അവസാനം ഇതാ സമീപിച്ചിരിക്കാൻ പോകുന്നു. യേശു പറഞ്ഞതായ ഈ വാക്കുകൾ, ഈ ഉപമ യേശുവിൻ തൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദാ കൊയ്ത്ത് വിളഞ്ഞിരിക്കുകയാണ്. യേശുദാ കൊയ്ത്തിന് വരാൻ പോവുകയാണ്, വിളവെടുക്കാൻ വരികയാണ്. സ്നേഹിത, ആ യേശുവിൻ്റെ ആ സന്നിധിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാത്താനില്ലാത്ത, രോഗമില്ലാത്ത, ആശുപത്രിയില്ലാത്ത, ബന്ധനമില്ലാത്ത, സെമിത്തേരി ഇല്ലാത്ത ആ രാജ്യത്തിലേക്ക് നിത്യജീവനെ ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ കർത്താവിൽ ഒരു നിത്യജീവൻ അവകാശിയായി ദൈവത്തോടൊപ്പം രാപ്പകൽ ആരാധിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടുവെങ്കിൽ, സ്തോത്രം, നീ വേഗത്തിൽ ആ ശുശ്രൂഷയിൽ ഒരു പങ്കാളിയായി തീരുവാൻ നീ വേഗം ഓടുക. നീ ആയിരിക്കുന്ന സ്ഥലത്ത് നീ അപകട മേഖലയിലാണ് എന്ന് ഓർക്കുകയാണെങ്കിൽ വേഗത്തിൽ ദൈവകൽപ്പന, യേശുങ്ങളെ വിശ്വാസം കാത്തുകൊള്ളുന്ന അരുമനാഥനായി യേശു ആരംഭിച്ച ആരാധന, ആ ശുശ്രൂഷയിൽ അപ്പോസ്തലന്മാർ തുടങ്ങിയതായ, അപ്പോസ്തലന്മാരെ ആരാധിച്ചതായ ആരാധന കൂട്ടായ്മയിൽ നീ വേദപുസ്തകം നോക്കി വായിച്ച് പഠിച്ചു വേഗത്തിൽ ആ ശുശ്രൂഷയുടെ, ആത്മീക ശുശ്രൂഷയുടെ കൂട്ടായ്മയുടെ അംഗമായി തീരുവാൻ അരുമനാഥനെ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. വേഗത്തിൽ നീ ഓടുക. കാരണം യേശുവിൻ്റെ രണ്ടാം വരവ് സമീപിച്ചിരിക്കുകയാണ്. ഇനി കാലം അധികമില്ല, സമയം അധികമില്ല. വേഗത്തിൽ നീ ഓടുക. നിന്റെ ഒപ്പം ആയിരിക്കുന്നവരെ കുറിച്ച് ഓടുവാൻ നീ വേഗത്തിൽ തയ്യാറെടുക്കുക. നിനക്കൊരു നിത്യജീവനുണ്ട്. സ്തോത്രം. ഇനി നാലാമത്തതായ ഒരു ഉപാധിയാണ് നിത്യജീവൻ പ്രാപിക്കുന്ന നാലാമത്തെ ഉപാധി, സ്വയത്യാഗം. സ്വയം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 12-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ ആ നിത്യജീവനെ സൂക്ഷിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കുമെന്നതാണ്. സ്വയത്യാഗമാണ്, സ്വയം നാം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ്. ത്യാഗങ്ങൾ സഹിക്കുക. യേശുവിന് വേണ്ടി, നിത്യജീവന് വേണ്ടി ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്നതായ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്നെ വേദനിപ്പിക്കുന്ന, ഹനിക്കുന്ന വിവിധ തരങ്ങളിലുള്ള പ്രശ്നങ്ങൾ അടിക്കടി കടന്നു വരുമ്പോൾ സഭ വിട്ട് ഓടാതെ, കൂട്ടായ്മ വിട്ട് ഓടാതെ, ശുശ്രൂഷ വിട്ട് ഓടാതെ ദൈവം നിർത്തിയിരിക്കുന്ന ആ സ്ഥാനത്ത് നീ നിന്നുകൊണ്ട് സ്വയം നിനക്ക് ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമോ അത് ചെയ്യുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ, തുടങ്ങുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി പുതുവഴികൾ തുറന്ന്, വഴികൾ നിരത്തി, ആമേൻ, വെടിപ്പാക്കി യഥാർത്ഥ വഴി കാട്ടിത്തന്ന് നിത്യജീവനിലെ മാർഗം നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരിക തന്നെ ചെയ്യും. സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ച് വീണ്ടും പറയുകയാണ്, മറ്റൊരുത്തൻ രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തെങ്കിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച, സകല ജരാജനം സൃഷ്ടിച്ചവനായ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനായ യേശു കർത്താവാണ് പറയുന്നത്. സ്തോത്രം. എന്താണ്? തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്ത് ആശ്ചര്യമായി പറഞ്ഞിരിക്കുന്നത് അറിയാമോ? സ്തോത്രം. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ഇനി ജീവിക്കുന്ന ക്രിസ്തുവാണ്, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ആ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, നിനക്ക് വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടല്ല, സഭയ്ക്ക് വേണ്ടിയിട്ടല്ല, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറാണോ സ്നേഹിത? നിന്റെ മറുവിലയായി തൻ്റെ ജീവനും കൊടുത്ത യേശുവിനായി നിനക്ക് ജീവിക്കുവാൻ തയ്യാറാണുവെങ്കിൽ നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യേണ്ട സമയം ഇനിയില്ല. എന്നാൽ ഉള്ള സമയത്ത് നിനക്ക് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നീ തയ്യാറെടുക്കുക മാത്രമല്ല, ആരംഭിച്ചു കഴിഞ്ഞോ തീർച്ചയായും നന്മയും കരുണയും
നിന്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരാൻ പോകുന്നു. നീ നിത്യജീവന്റെ ഒരു അവകാശിയായി തീരാൻ പോവുകയാണ്. കാരണം യേശു നിനക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. യേശു നിനക്ക് വേണ്ടി അടക്കപ്പെട്ടിരിക്കുന്നു. യേശു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശുവിൻ്റെ കൃപയാൽ നിനക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച് സ്വയത്യാഗത്തോടുകൂടെ ജീവിക്കുവാൻ സ്നേഹിത നിനക്ക് ആഗ്രഹമുണ്ടുവെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ മനസ്സിനെയും നിന്റെ ആത്മാവിനെയും ശരീരത്തിനെയും കർത്താവിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാൻ പോവുകയാണ്. നിനക്ക് ഈ ആലോചന തരാൻ പോവുകയാണ്. നിനക്കൊരു പുതു വഴി ദൈവം തുറക്കുവാൻ പോവുകയാണ്. പുതിയ ഒരു ആലോചന ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളെ മാറ്റിയെടുത്തിട്ട് ഒരു പുതു ജീവിതം നിനക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുതു നന്മ നിന്റെ മക്കളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ ആയിരിക്കുന്ന ആ ശുശ്രൂഷയിൽ സ്വയത്യാഗ മനോഭാവത്തോടുകൂടെ ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തികൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ മാത്രം നോക്കുക. പൗലോസ് പറഞ്ഞ പോലെ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. പ്രൈസ് ദി ലോർഡ്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ സ്നേഹിത, നിന്റെ കുടുംബമുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നീ ആയിരിക്കുന്ന ലോകത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നീ ആയിരിക്കുന്ന നിനക്ക് വേണ്ടിയിട്ടും ആയിരിക്കില്ല എന്നുമല്ല, നീ ക്രിസ്തുവിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണെങ്കിൽ, പൗലോസിൻ്റെ കഴിഞ്ഞകാല സംഭവങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്നാൽ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ എല്ലാം ഛേദമെന്നെണ്ണിക്കൊണ്ട് പലവിധമായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവഹാനി മാനഹാനി ഇതെല്ലാം സംഭവിച്ചിട്ടും പൗലോസ് പറയുന്നത്, എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ സകലവും ഛേദമെന്നെണ്ണുന്നു. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ സകലവും ഛേദമെണ്ണുന്നു, ചവറെന്നെണ്ണുന്നു. സ്നേഹിത, ഈ ലോകം ഒന്ന് ചവറെന്നെണ്ണിക്കൊണ്ട്, ചവറ് എന്നെണ്ണിക്കൊണ്ട്, ഛേദം എന്നെണ്ണിക്കൊണ്ട് ദൈവത്തിൻ്റെ കൂട്ടായ്മ, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ സ്വയത്യാഗത്തോടുകൂടെ സ്തോത്രം ആയിരിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്നേഹപിതാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരു നിത്യജീവൻ അവകാശിയായി തീരുവാൻ കേട്ടുകൊണ്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തെ വിട്ട് കർത്താവെ രക്ഷകനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് സ്വയത്യാഗത്തോടുകൂടെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ആ യേശുവിൻ്റെ മകനായി മകളായി ഭൂമിയിൽ മാത്രമല്ല, ആ യേശുവിന് രണ്ടാം വരവിൽ ചേർത്ത് കൊള്ളുന്ന ആ യേശുവിൻ്റെ കൂട്ടായ്മയിൽ, സ്വർഗീയമായ കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് കാണപ്പെടുവാൻ അവിടെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല ദൈവമേ. ആമേൻ.